ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ പ്രധാനമായ ഒരു പഠന പരമ്പരയുടെ 70ാമത്തെ അവതരണമാണ്. നമ്മുടെ പഠന വിഷയം റോമർക്കെതിരെ ലേഖനം. റോമർക്കെതിരെ ലേഖനത്തിൽ നിന്നുള്ള 70ാമത്തെ അവതരണം. റോമർക്കെതിരെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 31 വരെയുള്ള വേദഭാഗമാണ് ഇന്ന് നാം പഠിക്കുവാൻ ആരംഭിക്കുന്നത്. ഈ വേദഭാഗത്ത് നാം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് വളരെ ശ്രദ്ധേയമാണ്: ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ തലക്കെട്ടിലാണ് നാം ഈ വേദഭാഗം പരിശോധിക്കാൻ പോകുന്നത്. ഈ വേദഭാഗം പഠിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മനസ്സിലാകും. 27-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെ റോമലേഖനം 3-ാം അധ്യായം. ആദ്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. 29-ാം വാക്യം. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ? അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയത്രയും ചെയ്യുന്നത്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 40 വർഷത്തോളം ആയി സുവിശേഷം മറ്റുള്ളവരോട് പറയുവാനും അറിയിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ പ്രസംഗത്തിലൂടെ, അഥവാ വാക്കുകളിലൂടെ, ചിലപ്പോൾ എഴുത്തുകളിലൂടെ. പക്ഷേ പലപ്പോഴും നിരാശപ്പെടാറുണ്ട്. കാരണം നാം പറയുന്നത് കൃത്യമായി, സുവിശേഷം പറയുമ്പോൾ നാം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പലർക്കും കഴിയാറില്ല. നാം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകമായ വേറെ തരത്തിലുള്ള അർത്ഥമാണ് പലരും മനസ്സിലാക്കുന്നത്. ചിലർ പറയുന്നത് ശ്രദ്ധിക്കുകയോ എഴുതിയത് ശരിക്കും വായിക്കുകയോ ചെയ്യാറില്ല. ചിലരെ സംബന്ധിച്ച് കണ്ണുകൊണ്ട് കാണുന്നത് കൃത്യമായി ഓർക്കാനുള്ള കഴിവ് ചിലർക്കുണ്ട്. പക്ഷേ പലപ്പോഴും അവർ തിരിച്ചു പറയുമ്പോൾ നാം പറഞ്ഞു നിന്നും വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് പൗലോസ് നേരിട്ടത്. ഇതിനകം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസിനെതിരെ ഇങ്ങനൊരു ആരോപണം പറഞ്ഞു: നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുകയെന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നുവെന്ന് ചിലർ ഞങ്ങളെ ദൂഷിച്ച് പറയുന്നു. നന്മ വരേണ്ടതിന് തിന്മ ചെയ്താൽ മതി എന്ന് പൗലോസ് പഠിപ്പിക്കുന്നതായിട്ട് ചിലർ പൗലോസിനെ തെറ്റിദ്ധരിച്ചു. പല സമയത്ത് പൗലോസ് തൻ്റെ എഴുത്ത്, തൻ്റെ പ്രസംഗം നിർത്തി താൻ പറഞ്ഞത് വ്യക്തമാക്കി കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല, ഇങ്ങനെയാണ് പറഞ്ഞത്, ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അപ്രകാരമുള്ളൊരു വേദഭാഗത്തിലാണ് നമ്മൾ 27 മുതൽ 31 വരെ വളരെ അനുഗ്രഹീതമായി നമ്മുടെ ചിന്തകളെ വെല്ലുവിളിക്കുന്നൊരു അവതരണമാണ് നീതീകരണത്തെക്കുറിച്ച് ഇതുവരെ 21-ാം വാക്യം മുതൽ 26 വരെ പഠിപ്പിച്ചത്. വിശ്വാസത്താലുള്ള നീതീകരണം. ദൈവത്തിൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് ദൈവം അയച്ചതിൻ്റെ പുത്രനായ ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കുന്നതിലൂടെയാണ് എന്ന് വ്യക്തമായി പഠിപ്പിച്ചു. ഇനി വരാൻ പോകുന്ന തൻ്റെ 4-ാം അധ്യായത്തിലൂടെ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള വിപുലമായിട്ടുള്ളൊരു വിശദീകരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അത് ആരംഭിക്കുന്നതിന് മുമ്പ് താൻ നിർത്തി 3 വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. 3 എതിർപ്പുകൾ, 3 തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ 27 മുതൽ 31 വേദഭാഗം പൊതുവായിട്ട് എല്ലാ വിശ്വാസികളെ സംബന്ധിച്ച് ബാധകമാണ്. പ്രത്യേകിച്ച് ഇത് യഹൂദന്മാരുടെ പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നുവെങ്കിൽ പോലും, കാരണം യഹൂദന്മാരാണ് തൻ്റെ ഉപദേശത്തെ പലപ്പോഴും എതിർത്തിട്ടുള്ളത്. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അത് മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചത്, മിഥ്യാധാരണ വെച്ച് പുലർത്തിയത് യഹൂദന്മാരാണ്. അപ്പോൾ അവരാണ് പലപ്പോഴും താൻ പഠിപ്പിച്ചതിനെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അവരാണ് അതിൻ്റെ ആദ്യത്തെ സദസ്സ്, അവരോടാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർക്ക് ഇത് ആവശ്യമാണ്. കാരണം തൻ്റെ ചാർച്ചക്കാരും ബന്ധുക്കളുമായ യഹൂദജനം. അപ്പോൾ അതുകൊണ്ടാണ് നാം ഈ പാഠത്തിന് ദയവായി തെറ്റിദ്ധരിക്കരുത്, എന്നെ തെറ്റിദ്ധരിക്കാൻ തലക്കെട്ട് കൊടുത്തത്. അപ്പോൾ ഈ വേദഭാഗത്ത് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത് പൗലോസ് എന്താണ് പറഞ്ഞത്, എന്തല്ല പറഞ്ഞത്. ആദ്യമായിട്ട് 27-28 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ് പറയുന്നു, വിശ്വാസത്താൽ ഒരാൾ നീതീകരിക്കപ്പെട്ടാൽ അയാൾക്ക് ആത്മപ്രശംസ നടത്താൻ, വമ്പ് പറയാൻ പിന്നെ അവസരമില്ല. വമ്പ് പറയാൻ, തൻ്റെ കഴിവ് കൊണ്ട് നേടി എന്ന് പറയാൻ പിന്നെ അവസരമില്ല. പൗലോസ് എന്താ പറയുന്നത്? നാം 3-ാം അധ്യായം ആരംഭിച്ചപ്പോൾ തന്നെ ഒരു ചോദ്യ ഉത്തര രീതിയിലാണ് ആരംഭിച്ചത്. എന്നാൽ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയിൽ എന്ത് പ്രയോജനം, സകല വിധത്തിലും വളരെയുണ്ടെന്ന് ഉത്തരം.
ഒരു ചോദ്യം ഉത്തരം രീതിയിലാണ് ആരംഭിച്ചത്. അതേ രീതി ഇപ്പോൾ 27-ാം വാക്യത്തിലേക്ക് മടങ്ങി വരികയാണ്. 27-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ പ്രശംസ എവിടെ? ഉത്തരം, അത് പോയി. അടുത്ത ചോദ്യം, ഏതു മാർഗത്താൽ? കർമ്മമാർഗത്താലോ? ഉത്തരം, അല്ല, വിശ്വാസമാർഗത്താൽ. വളരെ വ്യക്തമാണ്. പ്രശംസ എവിടെ? പ്രശംസ പോയി. അതായത് പുറന്തള്ളപ്പെട്ടു, ബഹിഷ്കരിക്കപ്പെട്ടു. പ്രശംസിക്കാൻ ഇനി ആവശ്യമില്ല. അതെങ്ങനെ, ഏത് നിയമത്തിൻ്റെ കീഴിൽ തീരുമാനിക്കപ്പെട്ടു? കർമ്മമാർഗത്താലാണോ പ്രശംസ പോയത്? അല്ല, വിശ്വാസമാർഗത്താൽ. വിശ്വാസമാർഗം വന്നപ്പോൾ പിന്നെ പ്രശംസിക്കേണ്ട കാര്യമില്ല, പ്രശംസയ്ക്ക് അവിടെ ആവശ്യമില്ല. കാരണം ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് 28-ാം വാക്യത്തിൽ പറഞ്ഞു, മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. വിശ്വാസത്താലാണ് ഒരു മനുഷ്യനെ ദൈവം അംഗീകരിച്ചത്. പിന്നെ പ്രശംസിക്കാൻ എന്താണ് അവകാശം? പ്രശംസ എവിടെ പോയി? ഇപ്പോൾ പൗലോസ് ആദ്യമായി അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നത്, വിശ്വാസത്താലുള്ള നീതീകരണത്തിൽ ആത്മപ്രശംസയ്ക്ക് അവകാശമില്ല. സ്വയം തലയുയർത്തി ഞാൻ കേമനെന്നുള്ള ചിന്താഗതിക്ക് സ്ഥാനമില്ല. എൻ്റെ സ്വന്തം നേട്ടം കൊണ്ട് നേടിയെന്ന ചിന്തയ്ക്ക് ഇനി അവകാശമില്ല, അവസരമില്ല. പ്രശംസ എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ഉയർത്തുക. അത് വാക്കിലൂടെയും എല്ലാ തരത്തിലും കാണാം, പെരുമാറ്റത്തിലും കാണാം. താൻ തന്നെ എന്തോ വലിയ ആളാണെന്നുള്ളൊരു ചിന്താഗതി നടക്കുന്ന ആളാണ്. അപ്പോൾ ആ വ്യക്തിയുടെ സംസാരത്തിൽ അഭിമാനപൂർവ്വം തൻ്റെ കഴിവുകൾ, തൻ്റെ നേട്ടം ഇതൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിക്കും. പ്രശംസ. വീമ്പ് പറയുന്നൊരു സ്വഭാവം, താൻ നേടി, തൻ്റെ സമ്പത്ത്, തൻ്റെ മറ്റ് നേട്ടങ്ങൾ, തൻ്റെ മറ്റ് സ്വാധീനങ്ങൾ, ഇതിനെക്കുറിച്ച് എപ്പോഴും വീമ്പ് പറയും. ആ വ്യക്തി ഏതോ പ്രാധാന്യമുള്ള വ്യക്തിയാണെന്നുള്ള സ്വയം തോന്നലാണ്. യോഹന്നാൻ്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. എങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ. വെറും ലൗകികമായ ചിന്താഗതി ഉള്ളവരാണ് സ്വയം ഉയർത്തി നടക്കുന്നത്. ജീവനത്തിൻ്റെ പ്രതാപം. അവർ സ്വയം അവരെ തന്നെ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരും. അവരെ എല്ലാവരെക്കാളും പ്രാധാന്യമുള്ളവരാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയാൻ വേണ്ട തരത്തിൽ പെരുമാറും, സംസാരിക്കും, പ്രശംസ നടത്തും. അപ്പോൾ പ്രശംസ, വമ്പ് പറച്ചിൽ സ്വാഭാവികമാണ്. നാം ഒരു കാര്യം നടപ്പിലാക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് പ്രധാനപ്പെട്ട സംഭാവന, അധ്വാനം നടന്നിട്ടുണ്ടെങ്കിൽ ശരിയാണ്. നമുക്ക് പറയാം, എൻ്റെ സംഭാവന കൊണ്ടാണ്, എൻ്റെ കർമ്മം കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് നമുക്ക് പ്രശംസിക്കാം കുറച്ചെങ്കിലും. റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ യഹൂദന്മാരെ സംബന്ധിച്ച്, നീയോ യഹൂദൻ എന്ന പേര് കൊണ്ടും ഒരു യഹൂദൻ എന്ന പേരിൽ അഭിമാനിച്ചു. 2-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ. യഹൂദനെ സംബന്ധിച്ച് അവർ ദൈവത്തിലും ദൈവത്തിൻ്റെ പ്രമാണത്തിലും പ്രശംസിച്ചു. അവർ ഞങ്ങൾ മറ്റുള്ളവരെക്കാളും കേമരാണെന്ന ചിന്താഗതി ഉണ്ടായി. കാരണം ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് ഞങ്ങൾ, അതുകൊണ്ടാണ് ദൈവം തൻ്റെ പ്രമാണം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത്, ദൈവം തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത്. ഞങ്ങൾക്ക് മാത്രം ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നു. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകമായ പദവിയുണ്ട്. അതുകൊണ്ട് അവർ സ്വയം പ്രശംസിച്ചു. പ്രേമത്തിൽ പൗലോസ് അതിനെ എത്ര മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്ത് നമ്മൾ കണ്ടു. നിങ്ങൾ ന്യായപ്രവണത്തെ പ്രശംസിക്കുന്നേ ഉള്ളൂ, പക്ഷെ ന്യായപ്രവണം പാലിക്കുന്നില്ല. നിങ്ങൾ വെറും പേര് കൊണ്ട് നിങ്ങൾ യഹൂദൻ എന്ന പേരിൽ നിന്ന് പ്രശംസിക്കുന്നു, പക്ഷേ ആ പേരിന് യോജിച്ച നിലയിൽ നിങ്ങൾ ജീവിക്കുന്നില്ല. ഇതൊക്കെ വ്യക്തമായി കാണിച്ചു കൊടുത്തു. ഇത് യഹൂദൻ്റെ മാത്രം പ്രശ്നമല്ല. റോമലേഖനം 1:30 പുറജാതിക്കാർക്ക് ഈ പ്രശ്നമുണ്ട്. ഇവിടെ വേറെ വാക്കുകളാണ് ഉപയോഗിച്ചത് പുറജാതികളെക്കുറിച്ച്. അവർ അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹം ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലമെന്ന് നിറഞ്ഞവർ, കുരുളക്കാർ, ഏഷ്ണിക്കാർ, ദൈവദേശികൾ, നിഷ്ഠൂരന്മാർ, ശ്രദ്ധിക്കുക, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ. ഗർവ്, ആത്മപ്രശംസ. അവർ പറയുമ്പോൾ അവരെ തന്നെ ഉയർത്തും. ഞാൻ ചെയ്തു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ വചനം പഠിച്ചു, ഞാൻ വചനം പറഞ്ഞു. ആത്മപ്രശംസ. ഇത് യഹൂദൻ്റെ മാത്രം പ്രശ്നമല്ല, പുറജാതിക്കാരൻ്റെ പ്രശ്നമാണ്. ഇതെല്ലാ മനുഷ്യർക്കും ഒരു പ്രശ്നമാണ്. ഇപ്പം മറ്റുള്ളവരുടെ ജീവിതത്തെക്കാളും നമ്മൾ ഒത്തുനോക്കിയിട്ട് താരതമ്യം ചെയ്തിട്ട് നമുക്കെന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ നാം സ്വയം സന്തോഷിക്കും. ആ പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയതുപോലെ പരീശ പിന്നിലേക്ക് നോക്കി ചുങ്കക്കാരൻ മാറെടുത്തിരിച്ച് നിന്നുകൊണ്ട് കരയുകയാണ്. ഞാൻ അവനെപ്പോലെയല്ല, സമൂഹത്തിൻ്റെ സ്ഥാനം എത്ര വലുതാണ്, എൻ്റെ വേഷം കണ്ടില്ലേ, എൻ്റെ വാക്കുകൾ കണ്ടില്ലേ. ഇതെല്ലാം മിക്കവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. നാം ചെയ്യുന്ന പല നന്മ പ്രവർത്തികൾ ഇതേപോലെ വമ്പ് പറയുന്നതിലൂടെ നശിക്കും. നാം ഒരുപക്ഷെ ദൈവകൃപ നല്ല കാര്യം ചെയ്താൽ പോലും ഈ വമ്പ് പറയുന്ന, നമ്മെ തന്നെ ആത്മപ്രശംസ നടത്തുന്ന ഈ പ്രവൃത്തിയിലൂടെ, സ്വഭാവത്തിലൂടെ നാം ചെയ്ത നന്മ കളങ്കപ്പെടും. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു, എവിടെ പോയി പ്രശംസ? അത് പോയി.
പോയിപ്പോയി എന്ന വാക്കാണ് 27 വാക്കിൽ ഉപയോഗിച്ചത്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയിപ്പോയി എന്ന് പറഞ്ഞാൽ പുറത്ത് ഇട്ട് അടച്ചു കളഞ്ഞു, ബഹിഷ്കരിച്ച് പുറന്തള്ളിക്കളഞ്ഞു. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ആവശ്യമില്ലാത്ത അപരിചിതനായ ഒരാൾ നുഴഞ്ഞു കയറാൻ വരുമ്പോൾ നമ്മൾ വാതിൽ കൊട്ടിയടയ്ക്കും എന്നതുപോലെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രശംസ പോയിപ്പോയി, ഇനി ആത്മപ്രശംസ ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. എന്തടിസ്ഥാനത്തിലാണ് ഇതിനെ പുറന്തള്ളിയത്? എന്തടിസ്ഥാനത്തിലാണ് പ്രശംസ ബഹിഷ്കരിക്കപ്പെട്ടത്? കർമ്മമാർഗത്താലാണോ? ഒരിക്കലുമല്ല. അതിന് പകരം വിശ്വാസമാർഗത്താൽ. ഏതെങ്കിലും ഉപദേശം, ഏതെങ്കിലും പഠനം മനുഷ്യരുടെ രക്ഷയ്ക്ക് അവരുടെ പ്രവൃത്തികൾ സഹായകരമാണെന്ന് പഠിപ്പിച്ചാൽ മനുഷ്യർക്ക് അവരിൽ തന്നെ പ്രാധാന്യം തോന്നി അത് പ്രശംസിക്കുകയും ചെയ്യും. നമ്മുടെ ആത്മരക്ഷയ്ക്ക്, നീതീകരണത്തിന് നമ്മുടെ ഭാഗത്തുള്ള ഏതെങ്കിലും പ്രകടനങ്ങൾ, കർമ്മങ്ങൾ പ്രധാനമായി വന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, നിങ്ങൾ നന്നായി ദൈവത്തെ ആരാധിച്ച് കരഞ്ഞ് നിലവിളിച്ചത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പ്രശംസ നമുക്കുണ്ടാകും. അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. അങ്ങനെ ചിന്തിക്കാൻ ആരെ അനുവദിക്കരുത്. നമ്മളും ആരോടും അതിനെക്കുറിച്ച് അങ്ങനെ പറയരുത്. അപ്പോൾ നമ്മളിൽ തന്നെ ഒരു സംതൃപ്തി ഉണ്ടായാൽ നാം നമ്മെ ഉയർത്തും, നാം നമ്മെ തന്നെ പുകഴ്ത്തും, മറ്റുള്ളവർ നമ്മെ പുകഴ്ത്തണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ ഒരു കർമ്മമാർഗത്താലല്ല, ഒരു കർമ്മം, പ്രവൃത്തി, ആചാരം, അനുഷ്ഠാനം, നമ്മുടെ കഴിവ്, പ്രാപ്തി, ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കരുണ പുറന്തള്ളപ്പെടും. നാം രക്ഷപ്പെട്ടത് കരുണയാലും കൃപയാലുമാണ്, അല്ല നമ്മുടെ കഴിവും പ്രാപ്തി കൊണ്ടല്ല, നമ്മുടെ യാതൊരു പ്രയോജനമില്ലാത്ത നിഷ്ഫലമായ അവസ്ഥകൾ കൊണ്ടല്ല. അതിൽ നമ്മൾ ഊന്നൽ കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലവും ഉണ്ടാകില്ല. അത് കോപം വിളിച്ചു വരുത്തും, ദൈവത്തെ സങ്കേതമായി കരുതുന്നതിന് പകരം. അപ്പം ഈ പ്രശംസ പോയിപ്പോയി. കാരണം നാം രക്ഷ പ്രാപിച്ചത് വിശ്വാസത്താലാണ്. അതോടെ ആവർത്തിച്ച് പറഞ്ഞു, വിശ്വാസമാർഗത്താൽ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. വിശ്വാസത്തിന് നാം എന്ത് ചെയ്തു എന്നല്ല, ശ്രദ്ധിക്കുക, ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നു എന്നതിലായിരിക്കണം ഊന്നൽ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പാട്ടുപാടുമ്പോഴും ആരാധിക്കുമ്പോഴും ഞാൻ എന്ത് ചെയ്തു, ഞാൻ നന്നായി കഴുകി വെടിപ്പാക്കി, ഞാൻ നന്നായി കണ്ണടച്ച് പ്രാർത്ഥിച്ചു, എന്നിലേക്ക് ഊന്നൽ കൊടുക്കരുത്, നിങ്ങളിലേക്ക് ഊന്നൽ കൊടുക്കരുത്. ദൈവമുമ്പിൽ സംസാരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നാം ചെയ്തത് നിരത്തരുത്. എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ലൂക്കോസ് 17:10 നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞാൻ ഒന്നിനും കൊള്ളരുതാത്ത ദാസൻ. നമ്മുടെ മനോഭാവം ദാസ മനോഭാവമായിരിക്കണം. നമ്മളെ തരം താഴ്ത്തി കാണണമെന്നല്ല, നാം വെറു ദാസന്മാരാണ്. ഭൂമിയിൽ അവൻ്റെ ശുശ്രൂഷ, അവൻ്റെ ഹിതം അനുസരിക്കേണ്ട ദാസന്മാരാണ്. മറിയ അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നിൻ്റെ ദാസി. ഒരു വലിയ അത്ഭുതം തന്നെ നടക്കുകയാണ്. കന്യകയായി താൻ ഗർഭം ധരിക്കാൻ പോവുകയാണ്, മഷികയായി ലോകത്തിലേക്ക് അവതരിക്കുവാൻ. ഞാൻ നിൻ്റെ ദാസി. സ്ത്രീകളിൽ ഭാഗ്യവതി എന്ന് വിളിക്കപ്പെട്ട അതുകൊണ്ടാണ്. അവൾ ആരാധിക്കേണ്ട വ്യക്തിയല്ല, അത് നമുക്കറിയാം വിഷയത്തെക്കുറിച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഊന്നൽ കൊടുക്കേണ്ടത്, ആത്മീയ കാര്യത്തിൽ ഇടപെടുമ്പോൾ ഊന്നൽ കൊടുക്കേണ്ടത് നമ്മിലേക്കല്ല, ദൈവം എന്താണ് എനിക്ക് വേണ്ടി ചെയ്തതെന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് നമ്മൾ വേറെ തലത്തിലെത്തും. നേടിയെടുക്കുന്നതിലല്ല, വിശ്വസിക്കുന്നതിലൂടെ നേടുന്ന നേട്ടം. ദൈവം പറഞ്ഞ കാര്യം വിശ്വസിക്കുന്നതിലൂടെയാണ് എനിക്ക് നേട്ടം കിട്ടിയത്, ഞാൻ ഈ അനുഭവത്തിലെത്തിയത്. അല്ല, ഞാൻ അധ്വാനിച്ച് നേടിയെടുത്തതല്ല. ഇപ്പോൾ രക്ഷ എന്ന് പറയുന്നത് കർമ്മത്തിൽ അടിസ്ഥാനപ്പെട്ടതാണെങ്കിൽ അത് നമ്മുടെ കഴിവ് കൊണ്ടാണ്, അത് താഴെ നിന്നുള്ളതാണ്. നേരെ മറിച്ച് രക്ഷ വിശ്വാസത്താലാണെങ്കിൽ അത് മുകളിൽ നിന്നുള്ളതാണ്, ദൈവത്തിൽ നിന്നുള്ളതാണ്. പ്രവർത്തികളാലുള്ള രക്ഷ സ്വയത്തിൽ കേന്ദ്രീകൃതമാണ്, വിശ്വാസത്താലുള്ള രക്ഷ ദൈവത്തിൽ കേന്ദ്രീകൃതമാണ്. ഒരു മനുഷ്യൻ മുങ്ങിച്ചാകാൻ കിടക്കുമ്പോൾ, വെള്ളത്തിൽ വീണ് കിടക്കുന്ന മനുഷ്യൻ മുങ്ങിച്ചാകാൻ കിടക്കുമ്പോൾ അവനെ ഒരാൾ രക്ഷിക്കാൻ വെള്ളത്തിലെടുത്തി അവനെ രക്ഷിച്ചു. ഈ മനുഷ്യൻ ഒരിക്കലും, വെള്ളത്തിൽ വീണുപോയ മനുഷ്യൻ ഒരിക്കലും തന്നെ ഉയർത്തില്ല. എന്നെ രക്ഷിക്കാൻ ഒരാൾ വന്നപ്പോഴും ഞാൻ അയാളെ നന്നായിട്ട് കെട്ടിപ്പിടിച്ച് മുറുകെ പിടിച്ച്, അത് ആ രക്ഷപ്പെട്ട മനുഷ്യൻ ഒരിക്കലും തൻ്റെ കഴിവിൽ ആശ്രയിക്കില്ല, ചിന്തിക്കില്ല. അതിന് പകരം തന്നെ രക്ഷിക്കാൻ വന്ന മനുഷ്യനെ പുകഴ്ത്തും, നന്ദി പറയും. നമ്മളിലല്ല ആശ്രയിക്കേണ്ടത്. വെള്ളത്തിൽ വീണ് മുങ്ങിച്ചാകാൻ പോകുന്ന കാല് പൊക്കുമ്പോഴൊക്കെ കൂടുതൽ ചെളിയിലേക്ക് താണുകൊണ്ടിരിക്കുന്ന ഞാൻ എവിടെ പ്രശംസിക്കാനാണ്? എന്ത് കാര്യത്തെ പ്രശംസിക്കാനാണ്? സ്വന്തമായി രക്ഷപ്പെടാൻ കഴിയുമായിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ പാടില്ലായിരുന്നോ? പിന്നെ എന്തിനാണ് രക്ഷകൻ വന്നത് നിനക്ക് വേണ്ടി? അപ്പോൾ നാം സ്തുതിക്കേണ്ടത്, ഓർക്കേണ്ടത്, നന്ദി കരയേറ്റേണ്ടത്, ഇനി ജീവിക്കേണ്ടത് നമ്മെ രക്ഷിച്ച രക്ഷകന് വേണ്ടിയായിരിക്കണം.
ഇപ്പോൾ പൗലോസ് ഈ ചിന്ത, ഈ സംവാദം തുടരുമ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 21 വാക്യം മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞതിനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. കാരണം താൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. അവിടെ അതുകൊണ്ടാണ് പറഞ്ഞത് നാം എന്ന് അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നത് നാം അനുമാനിക്കുന്നു. നാം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ദൈവവിശ്വാസിയരായ ഉപദേഷ്ടാക്കന്മാരെയും പ്രാസംഗരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ അതിൻ്റെ ആവശ്യമില്ല. ദൈവം രക്ഷിക്കപ്പെടുക വിശ്വാസത്താലാണ്. കാരണം ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ പൂർണ്ണമായി ചെയ്യാൻ കഴിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ എന്താണ് പൗലോസ് 27-28 വാക്യത്തിൽ പറയുന്നത്? രക്ഷ കൃപയാലാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ട മനുഷ്യന് ദൈവം കയറി ചെല്ലുമ്പോൾ തന്നെ ഉയർത്തി അഭിമാനിക്കാൻ, ആത്മപ്രശംസ നടത്താൻ ഒരു അവകാശവുമില്ല. താൻ സ്വന്തമായി നേടിയതാണെങ്കിൽ അവകാശപ്പെടാം. ഇത് താൻ സ്വന്തമായി നേടിയതല്ല. ദൈവകൃപയാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂസിലെ പരമയാഗത്താൽ നേടിയതാണ്. വിശ്വാസമാർഗത്തെ ഇത് പൗലോസ് പലയിടത്തും പറയും. എഫേസ്യ ലേഖനം 2:8-9 വാക്യങ്ങളിൽ പ്രസിദ്ധമായ വാക്യം നാം പലതവണ കേട്ടിട്ടുണ്ട്. അവിടെ എഫേസ്യ 2:8-9 വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്ര. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നമ്മളല്ല കാരണം. ഇത് വീണ്ടും പറയും കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 1-ാം വാക്യത്തിൽ പൗലോസ് പറയുമ്പോൾ അവിടെ പൗലോസ് പറഞ്ഞ ഈ വിധത്തിലാണ്. അവിടെ പറഞ്ഞു, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ പ്രശംസിക്കുന്ന വ്യക്തി കർത്താവിൽ പ്രശംസിക്കണം. ഗലാത്യ സഭയ്ക്ക് എഴുതുമ്പോൾ അവിടെ പൗലോസ് ഗലാത്യ സഭയോട് പറഞ്ഞത് ഈ വിധത്തിലാണ്. അതിൻ്റെ 6-ാം വാക്യം ഗലാത്യ ലേഖനം. അവിടെ പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂസിലല്ലാതെ പ്രശംസിക്കാനിടവരരുത്. അവനാൽ ലോകം എനിക്കും, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുമ്പോൾ അവരോട് പറഞ്ഞത് ഈ വിധത്തിലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നത് നാം തന്നെയാണ് യഥാർത്ഥ പരിശീലനക്കാർ. ക്രിസ്തുവിൽ പ്രശംസിക്കുക. ഒരു മനുഷ്യൻ ഒരു പ്രസ്താവന പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമുക്ക് സ്വന്തം വഴിയിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്നെങ്കിൽ നമുക്ക് ചുറ്റും എപ്പോഴും ആൾക്കാർ പ്രശംസിക്കുന്നത് കേൾക്കാൻ കഴിയും. സ്വന്തം വഴിയിലൂടെ നമുക്ക് ദൈവത്തിലെടുക്കാൻ ചെല്ലാൻ പറ്റുമെങ്കിൽ. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അല്പം കൂടുതൽ നേട്ടങ്ങൾ കിട്ടുകയും മറ്റുള്ളവരെക്കാൾ കുറച്ചും കൂടി സമ്പത്ത് കൂടുതൽ അനുഭവിക്കാൻ കൃപ ലഭിക്കുകയും ചെയ്താൽ നാം നമ്മളെ തന്നെ ഉയർത്തിക്കൊണ്ട് നടക്കും. ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മുടെ ചുറ്റും നാം എപ്പോഴും കേൾക്കാറുണ്ട്. എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും മനുഷ്യരോട് ഇടപെടുമ്പോഴും അവരെ തന്നെ ഉയർത്തിക്കൊണ്ട് അവർക്ക് കിട്ടിയ നേട്ടത്തെ പ്രതി അവരെ തന്നെ പുകഴ്ത്തുന്നത്, പ്രശംസിക്കുന്ന, വീമ്പ് പറയുന്നത് നാം കേൾക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ നാം സന്തോഷിക്കാം. നിത്യതയിലുടനീളം നാം ഒരു മനുഷ്യരും കേൾക്കേണ്ടി വരില്ല സ്വന്തം കഴിവ് കൊണ്ട് സ്വർഗത്തിലെത്തിയതിനെക്കുറിച്ച്. സ്വന്തം അധ്വാനം കൊണ്ടും കഴിവ് കൊണ്ടും കർമ്മം കൊണ്ടും ഞാൻ സ്വർഗത്തിലെത്തി എന്ന് പറയുന്ന ഒരാൾ സ്വർഗത്തിലുണ്ടാവില്ല. അവിടെ വരുന്നവരെല്ലാം കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. കർത്താവ് യേശുവിൽ വിശ്വസിച്ചതിൻ്റെ ഫലമായി രക്ഷിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ പൗലോസ് എന്ത് പറഞ്ഞു? പൗലോസ് പറഞ്ഞത് വിശ്വാസത്താലുള്ള നീതീകരണം അതാണ് രക്ഷയുടെ മാർഗം എന്നതുകൊണ്ട് ഇനി പ്രശംസയ്ക്ക് കാര്യമില്ല. പക്ഷേ ഇതിനകത്ത് എന്തല്ല പൗലോസ് ഉദ്ദേശിച്ചത് അത് നമുക്ക് അടുത്ത പാഠത്തിൽ കേൾക്കാം. ഇതിൽ എന്തല്ല ഉദ്ദേശിച്ചത് ഇതേ സമയത്ത് പൗലോസ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പറയും. ഇത് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ അർത്ഥം വിശ്വാസം മാത്രം മതി എന്നല്ല. വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ശുദ്ധീകരണത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ വിശ്വാസം മാത്രം അത് തെറ്റിദ്ധാരണയാണ്. പൗലോസ് പറഞ്ഞതിനെ തെറ്റായി ധരിച്ചു വച്ചിരിക്കുകയാണ്. അത് നമുക്ക് അടുത്ത പാഠത്തിൽ കൂടുതലായിട്ട് ചിന്തിക്കാം. അപ്പം ദൈവമുമ്പിൽ നമ്മൾ വന്നു നിൽക്കുമ്പോൾ നാം ഊന്നൽ കൊടുക്കേണ്ടത് നമ്മിലേക്കാകരുത്. ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, അത് ഓർക്കുക. ആ കാൽവറി ക്രൂസിലേക്ക് നോക്കുക. നമുക്ക് വേണ്ടി നമ്മുടെ സ്ഥാനത്ത് കാൽവറി ക്രൂസിൽ പീഡനം അനുഭവിക്കുന്ന, യാതന അനുഭവിച്ച കർത്താവ് യേശു ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് അതാണ്. നമ്മൾ അത് വിശ്വസിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പാഠത്തിൽ.